ഓൺലൈനിലുണ്ട്. ശ്രീ ഷാഫി ചാലിയം, കേൾക്കാമല്ലോ? കേൾക്കാം. ഇന്നത്തെ അൻവറിന്റെ പ്രസംഗം കേട്ടോ? ഇല്ല, ഞാൻ 2 ടെലിവിഷൻ ചാനലിലെ ഡിബേറ്റിലായിരുന്നു. എന്നാലും കുറച്ചൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ADGPയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കാര്യങ്ങൾ ഊന്നിയത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു കള്ളക്കടത്തുകാരനാക്കി ചിത്രീകരിക്കുന്നു. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്നതിന്റെ കണക്കുകൾ പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഒരു ദേശീയ പത്രത്തിന് അഭിമുഖം നൽകുന്നത് ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ്. ഇവിടെയാണെങ്കിൽ മലയാള പത്രങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി ചോദ്യങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചും ഉണ്ടാകുമായിരുന്നല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്: അൻവറിന്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ, അൻവർ പറയുന്ന സർക്കാർ വിമർശനങ്ങൾ, അത് എത്രത്തോളം ലീഗ് ഉൾക്കൊള്ളുന്നുണ്ട്? ലീഗ് ഇപ്പോൾ അൻവറിനെ കേൾക്കാൻ വരുന്നതിൽ ഇടത് അനുഭാവികൾ മാത്രമല്ല, ലീഗ് അനുഭാവികളുണ്ട്, ലീഗ് പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്, ശ്രീ ഷാഫി? ഇല്ല, അൻവർ ഇന്ന് മുതലക്കുളം മൈതാനിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ ഹിന്ദുവിൽ മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂയെ കുറിച്ച് പരാമർശിച്ചത്. അതെ. അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗിന്റെ സർവ്വ നേതാക്കളും പ്രതികരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ. കാരണം മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങേറ്റം ഭീതി നിറഞ്ഞതും അങ്ങേറ്റം അപകടം നിറഞ്ഞ വളരെ ഹീനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഷാഫി, ഒരു കാര്യം വ്യക്തമായി ഒന്ന് പറയാമോ? കാരണം നിങ്ങൾ 2023 ശരിയാണ് ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. ഈ അവിടെ കള്ളക്കേസുകളിൽ കൊടുക്കുന്നു, മലപ്പുറത്ത് ന്യൂനപക്ഷ നേരെ തന്നെ എന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കുന്നു, അതൊരു വിഷയമായി നിങ്ങൾ ഏറ്റെടുത്തിരുന്നു. പക്ഷേ പിന്നെ അതെങ്ങനെയോ അതങ്ങ് ഇല്ലാതായി. ഇപ്പോൾ അൻവർ ഈ വിഷയം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ലീഗിനകത്ത് തന്നെ ഇത് നമ്മൾ എടുക്കേണ്ട വിഷയമായിരുന്നു എന്നൊരു അഭിപ്രായം, വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടോ? സ്മൃതി, ഇത് പിന്നെ നിങ്ങൾ കാണേണ്ടത്, ഞങ്ങൾ ഒറ്റ ഉദാഹരണം പറയാം. ഈ 2023 മെയ് മാസം 2-ാം തീയതിന് എലത്തൂർ സ്ഫോടനം ഉണ്ടായി, അറിയല്ലോ, ട്രെയിൻ സ്ഫോടനം. മെയ് 4, 5, 6 തീയതികളിൽ ഇത് സംബന്ധമായി എല്ലാ ടെലിവിഷൻ ചാനലിൽ നടത്തിയ ഡിബേറ്റിലും പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ വക്താവാണ് ഞാൻ. അന്ന് അൻവറൊക്കെ ഇപ്പോഴല്ലേ, ഏകദേശം 1.25 വർഷമായി ഈ ADGP ഈ എന്താണ് RSSന്റെ ഒരു പ്രതിനിധിയാണ് എന്ന് പച്ചക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരും തന്നെ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം പ്രതിപക്ഷത്തുള്ള ആളുകൾ പറയുന്നത് അത് അങ്ങനെ നിങ്ങൾ കാണുന്നു. പക്ഷെ ഭരണപക്ഷത്തെ അങ്ങേറ്റം സ്വാധീനമുള്ള മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അതിന്റെ ഗൗരവം കണ്ടത്. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ MLA-മാരെക്കാളും ഭരണപക്ഷ MLA-ക്ക് ഭരണപക്ഷത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഉള്ളുകളികൾ നേരത്തെ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന സംഗതികൾ നോക്കുക. ഒരു ദേശീയ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു 150 കോടിയുടെ സ്വർണം മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചെടുത്തു, 123 കോടിയുടെ ഹവാല പണം പിടിച്ചെടുത്തു, ഇത് ദേശദ്രോഹ പ്രവർത്തനത്തിനാണ് ഉപയോഗപ്പെടുത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ വന്നാൽ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയതിന് എത്ര പേർക്കെതിരെ മലപ്പുറം ജില്ലയിൽ കേസുണ്ട്? എന്തിനാണ് അദ്ദേഹം മലപ്പുറത്തെ കുറിച്ച് ഇത് പറയുമ്പം? ഇവിടെ മുമ്പ് 2010-11 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ പറഞ്ഞിട്ടൊരു വാചകമുണ്ട്. അത് ഇന്നും യോഗി ആദിത്യനാഥും അതേപോലെ ഹിമന്ത് വിശ്വാസും അടക്കമുള്ള ഉത്തരേന്ത്യയിലെ സംഘപരിവാർ അവിടുത്തെ ചാനൽ ഇപ്പോഴും ആഘോഷിക്കാൻ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറയുന്നത് അന്നത്തെ അച്യുതാനന്ദന്റെ പ്രസ്താവന വെച്ചിട്ട് പറഞ്ഞില്ലേ, കേരളത്തില് മുസ്ലിം ജനസംഖ്യ കൂടുന്നു, ലവ് ജിഹാദ് നടത്തി ഇതര സമുദായങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് ജനസംഖ്യ കൂടി എന്ന് അച്യുതാനന്ദന്റെ ഒരു സാധനം ആരാണ് ഉപയോഗപ്പെടുത്തിയത്? മുഴുവനും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തില് അവിടെയാണ്. അതുപോലെ ഇനി പിണറായി വിജയന്റെ ഹിന്ദു ലീഗ് സ്റ്റേറ്റ്മെന്റ് ഉത്തരേന്ത്യ ആകെ തന്നെ, കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു മലപ്പുറം എന്നൊരു ജില്ലയുണ്ട്, അവിടെ 150 കോടി 150 ലക്ഷം കോടിയുടെ സ്വർണം ഇറങ്ങിയിട്ടുണ്ട്, 123 കോടിയുടെ ഹവാല ഇറങ്ങിയിട്ടുണ്ട്. അത് മുഴുവൻ ദേശദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, ദേശദ്രോഹ പ്രവർത്തനത്തിന് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർക്കെതിരെ ദേശദ്രോഹ പ്രവർത്തനത്തിന്റെ കേസെടുത്തിട്ടുണ്ട്? അതിന്റെ ഡീറ്റെയിൽ പറയണം മുഖ്യമന്ത്രി. അത്യന്തം അപകടവും ഹീനവുമായ ഒരു എന്താ പറയാ ഒരു പ്രസ്താവന ഇറക്കി. ഈ പ്രസ്താവന ഉണ്ടാക്കുന്ന ദുരന്തം ചില്ലറയില്ല. ഉണ്ണി ബാലകൃഷ്ണനെ പോലെ മതേതര പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ഉണ്ടാക്കുന്ന ദുരന്തം എന്താണ്? മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് അദ്ദേഹം പറയണം, മലപ്പുറം ജില്ല ഇങ്ങനെയാണോ? മുഖ്യമന്ത്രിയെ തിരുത്താൻ മോഹൻദാസ് തയ്യാറുണ്ടോ?
കാരണം ചെറിയ വിഷയമുള്ളത് ഒരു എയർപോർട്ട് ഈ മലപ്പുറം ജില്ലയിൽ ഉള്ളിൽ കുടുങ്ങി എന്നൊരൊറ്റ കാരണത്താൽ ഈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സ്വർണ്ണമൊക്കെ ഈ ജില്ലയുടെ തലയിൽ ഇടണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതിന്റെ ദുരന്തം എന്താണ്? ഇത് രാജ്യത്ത് ആഘോഷിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലും ദേശീയ മാധ്യമങ്ങളും ഇത് എങ്ങനെയാണ് ആഘോഷിക്കുക? മുഖ്യമന്ത്രി ഇത്രമാത്രം നിസ്സഹായനാണോ? സംഘപരിവാറിന്റെ തലവറയിൽ കുടുങ്ങിയ ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറിയില്ലേ? ഇതല്ലേ ഞങ്ങൾക്ക് പറയാനുള്ളത്? ശ്രീ ഷാഫി ചാലിയം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM-ന്റെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ നയത്തിലൊരു വ്യതിയാനം സംഭവിക്കുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞൊരു 10 വർഷമായി CPM-നെ പൊതുവേ മുസ്ലിം സമുദായം കണ്ടിട്ടുള്ളത് ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ ശക്തമായ പോരാട്ടം നടത്തുന്നവർ എന്നുള്ള നിലയ്ക്കാണ്. അത്രയും വിശ്വാസം കോൺഗ്രസിനോട് പോലും ആ സമുദായത്തിൽപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും CPM-ന് അനുകൂലമായി ചിന്തിക്കുകയും അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തൊരു വിഭാഗം കൂടിയാണ് മുസ്ലിം സമുദായത്തിലുള്ളവർ. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നുവെന്നും നല്ലൊരു ഹിന്ദു വിഭാഗം തങ്ങൾ നകന്നു പോകുന്നുവെന്നും മനസ്സിലാക്കുന്ന CPM കളം മാറി ചവിട്ടി തുടങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ മുഖ്യമന്ത്രി മലപ്പുറത്തെ കേന്ദ്രീകരിച്ചൊരു രാഷ്ട്രീയ പ്രസ്താവന ഇന്ന് നടത്തിയിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ, മലപ്പുറവുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയാൽ, ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയാൽ അത് തിരിഞ്ഞുകൊത്തും എന്ന്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞുകൊത്തിയാലും കുഴപ്പമില്ല, മറുവശത്ത് നമുക്ക് നഷ്ടപ്പെട്ട പാരമ്പര്യ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക്, അഥവാ എന്താ പറയുക, ഒരു ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക്, ഒരു വോട്ട് തന്ത്രത്തിലേക്ക് അവർ മാറുന്നുണ്ടോ? ഉണ്ണി, CPM എന്ന പാർട്ടിയെ രക്ഷിക്കാനുള്ള ഒരു താല്പര്യം പിണറായി വിജയനുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യവും അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വവും അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് സെക്യൂരിറ്റിയിൽ മാത്രമാണ് നിൽക്കുന്നത്, പാർട്ടിയിലല്ല. പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെന്നോ BJP-യിലേക്ക് ഒഴുകാൻ സാധ്യതയുള്ള വോട്ടിനെ തിരിച്ചു പിടിക്കാനോ, അല്ലെങ്കിൽ BJP-കാരായ ഹിന്ദുക്കളുടെ വോട്ട് CPM എന്ന പാർട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന താല്പര്യം പിണറായി വിജയനുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. ഒന്നത്. 2, മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞാൽ വെറും ഈ കടലാസിൽ പഞ്ചസാര എഴുതി വെച്ച് നക്കി നോക്കിയിട്ട് കാര്യമില്ല. മുസ്ലിം പ്രീണനം നടത്തിയ എന്താണ്? വാചകങ്ങളിൽ മാത്രം. RSSനെ 4 തെറി പറഞ്ഞാൽ മുസ്ലിങ്ങൾ പിറകെ പോന്നോളും എന്ന് ഇവർക്കറിയാം. മുസ്ലിങ്ങൾക്ക് ഒരു പിണ്ണാക്കം കൊടുത്തില്ലെന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരുപാട് ആനുകൂല്യങ്ങളെ ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ് ഇത് എന്നത് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ വോട്ട് കിട്ടിയില്ല, കയ്യിലുള്ള ഹിന്ദുക്കളെ വോട്ട് പോവുകയും ചെയ്തത്. ഇനി അത് തിരിച്ചു പിടിക്കാനൊന്നും കഴിയില്ല. ഇവിടെ വിഷയം തന്റെ വ്യക്തിപരമായ സുരക്ഷിതത്വം. പിണറായി വിജയൻ ഒരിക്കലും ഒരു വർഗീയവാദിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വർഗീയ പാർട്ടിയുമല്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനെ ഭയക്കുന്നു, RSSനെ ഭയക്കുന്നു. 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ പോയ അനുഭവമുണ്ട്. ആ 2 മുഖ്യമന്ത്രിമാർക്കെതിരെയുള്ള കേസുകളെക്കാളും ഒരു 10 ഡസൻ കേസ് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് ഇത് വെച്ച് കേരളത്തെ പിടിമുറുക്കുകയാണ് RSS. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിൽ ഇത്രയും കാലത്തെ കാസർകോട്ടെ റിയാസ് മൗലവി വധം, പ്രോസിക്യൂഷന്റെ വീക്ക്നെസ്, പ്രതികളെ വെറുതെ വിട്ടു. ഫൈസൽ കൊടിഞ്ഞി വധം എന്തായി? ആ പ്രതികൾക്ക് മുഴുവൻ ജാമ്യം. അതേപോലെ പാലക്കാട്ട് പോപ്പുലർ ഫ്രണ്ടും RSSും തമ്മിൽ നടത്തിയ 2 കൊലകൾ, അതിൽ RSSന്റെ പ്രതിനിധി കൊല്ലപ്പെട്ട കേസിൽ പോലീസ് സജീവമായി, മറ്റേത് പോലീസ് ദുർബലമായി. ആലപ്പുഴയിൽ ഇതുപോലെ തന്നെ RSS പോപ്പുലർ ഫ്രണ്ട് സംഘടന, ആ സംഘടനത്തിൽ ആദ്യ കൊല്ലം നടന്ന വ്യക്തിക്കെതിരെ ഇതുവരെ ഒന്നും കുറ്റപത്രമോ ഒന്നുമില്ല, ഒന്നും സമർപ്പിച്ചില്ല. അപ്പുറത്തുള്ളവരെ മുഴുവൻ 25 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. കൊന്നത് 1-2 പേരാണ്. എന്തോ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തു, അങ്ങോട്ട് പറഞ്ഞു, എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചു. ഇതൊക്കെ എന്താണ് നമ്മൾ കാണുന്നത്? ഇപ്പൊ നോക്ക്, സുരേഷ് ഗോപിന്റെ വിഷയം നമുക്കറിയല്ലോ. ആംബുലൻസിൽ വന്ന് ഇറങ്ങുന്നു, അതും ബീക്ക് ലൈറ്റ് ഇട്ടിട്ട്. ട്രാൻസ്പോർട്ട് നമ്മുടെ വെഹിക്കിൾ ആൻഡ് ട്രാൻസ്പോർട്ട് ആക്ട് പ്രകാരം ആ വണ്ടി പിടിച്ചെടുക്കണം, കേസെടുക്കണം. രോഗി എല്ലാത്തരം സഞ്ചാരം എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും കേസെടുത്തോ? ഒന്നും ചെയ്തില്ല. കേരളം മുഴുവൻ സംഘപരിവാറിന്റെ പിടിയിലാണ്. മുഖ്യമന്ത്രി നിസ്സഹായനാണ്. മുഖ്യമന്ത്രിയെ അവർ ഭയപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മുമ്പിൽ വേറെ മാർഗങ്ങളില്ല. നിസ്സഹായയുടെ അവസ്ഥയാണ്. CPM-നെ തിരിച്ചു കൊണ്ടുവരാനൊന്നും അതിന്റെ ഒരു തന്ത്രമാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. ശരി, ഭയന്നിട്ടുള്ള നടപടികളാണ്. ശ്രീ ഷാഫി ചാലിയം, ദയവായി തുടരണം.